ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള മഞ്ഞംപൊതിക്കുന്നിലെ കാഴ്ചകളാണ്. കാഞ്ഞങ്ങാട് നിന്നും 5 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു മഞ്ഞംപൊതിക്കുന്ന്. മഞ്ഞംപൊതിക്കുന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഹിൽ ടോപ്പാണ്. കൂടാതെ പുൽത്തകിടി നിറഞ്ഞ കുന്നിൻ ചെരുവുകൾ കാണാം. മികച്ച ആകാശ ദൃശ്യങ്ങളും കാഞ്ഞങ്ങാട് പട്ടണത്തിലെ ദൃശ്യങ്ങളും നിറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ ഒരു കുന്നിൻ ചെരുവ്. ഭാവിയിലെ ഒരു മികച്ച ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഈ ഒരു മഞ്ഞംപൊതിക്കുന്ന്, അതിൽ യാതൊരു സംശയവുമില്ല. കാഞ്ഞങ്ങാട് മാവുങ്കാൽ റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു, കേരളത്തിലെ ആദ്യ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രൊജക്റ്റാണ് മഞ്ഞംപൊതിക്കുന്ന് ടൂറിസം പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാവുക. മലമുകളിൽ ആധുനിക ടെലിസ്കോപ്പ് സ്ഥാപിച്ച് രാത്രികാലങ്ങളിൽ ആകാശ കാഴ്ചകൾ ആസ്വദിക്കാനും നിരീക്ഷണത്തിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ടൂറിസം പദ്ധതി എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാവാൻ വേണ്ടി നമ്മളെല്ലാവരും ആശംസിക്കുന്നു. ഒരു സൺഡേ ഈവനിങ് ആണ് ഞങ്ങളവിടെ ചെന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട്. കൂടാതെ കേരള ടൂറിസം വകുപ്പിൻ്റെ അണ്ടറിൽ ഒരു എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഈ ഒരു എക്സിബിഷൻ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതലും കരകൗശല വസ്തുക്കളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 25,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞംപൊതിക്കുന്ന് കാഴ്ചകളുടെ വേറൊരു ലോകമാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ കഴിയും ഈ ഒരു കുന്നിൻ ചെരുവിൽ വന്നു കഴിഞ്ഞാൽ. കൂടാതെ ദൂരക്കാഴ്ചകളായിട്ട് പുഴയും കൂടാതെ അറബിക്കടലും ഇല്ലാത്തൊരു സ്ഥലമാണ് മഞ്ഞംപൊതിക്കുന്ന്. സാധാരണ ബേക്കൽ കോട്ടയും ബീച്ചും റാണിപുരവും ഒക്കെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു മഞ്ഞംപൊതിക്കുന്ന്. കാഞ്ഞങ്ങാട് സിറ്റി മുഴുവനായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ സൂര്യോദയവും സൂര്യാസ്തമനവും ഒക്കെ
നല്ല ഭംഗിയോടുകൂടി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാസർഗോഡുള്ള ആളുകളും പുറത്തുള്ള ജില്ലക്കാരും പറ്റുവാണെങ്കിൽ മഞ്ഞമ്പതിക്കൊന്ന് വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.